യേശു സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. സുഭാഷിതം. ഉത്തമഗീതത്തിൽ നിന്നും 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. Catches the foxes, the little foxes that spoil the vines, for our vines have tender grapes. പല കവിതകൾ സമാഹരിച്ചതാണ് ഉത്തമഗീതം എന്ന് നമുക്കറിയാം. ഈ ഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന കുറുക്കന്മാരെയും ചെറു കുറുക്കന്മാരെയും പിടിച്ചു തരുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണെന്നോ ആരോടാണെന്നോ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ന്യൂ കിങ്സ് ജെയിംസ് വേർഷനിൽ ഇത് ശലോമോന്റെ ഭാര്യയായിരുന്ന ശൂലേംകാരത്തിയുടെ സഹോദരന്മാർ പറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ശൂലേംകാരത്തിയുടെ വാക്കുകളാണെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു. പശ്ചാത്തലം നമുക്ക് മനസ്സിലായി. അവിടെ ഒരു മുന്തിരിത്തോട്ടമുണ്ട്, അത് പൂത്തിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ടെൻഡർ ഗ്രേപ്സ് ഉണ്ട് എന്നാണ്. ഈ മുന്തിരിവള്ളിയെ നശിപ്പിക്കുവാൻ കുറുക്കന്മാരും ചെറു കുറുക്കന്മാരും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ കുറുക്കന്മാരെ പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. കാവ്യാത്മകമായി സംഭാഷിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം അതാകുന്നു. ഈ മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ വളരെ കഠിനാധ്വാനമുണ്ടായിരുന്നു. വളരെ ശ്രദ്ധയോടെ നട്ടു വളർത്തിയ തൈകൾ അത് വളർന്ന് പന്തലിച്ചിരിക്കുന്നു. അതിന്റെ ഓരോ വളർച്ചയിലും തോട്ടക്കാരൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. ഇപ്പോൾ അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്തു. അത് ഫലവത്താക്കി എടുക്കുവാൻ കർഷകൻ കാത്തിരിക്കുന്നു. ഇതിനോടകമാണ് കുറുക്കന്മാർ പ്രത്യക്ഷപ്പെട്ടത്. വലിയ കുറുക്കന്മാരെ നേരിടേണ്ടത് ആവശ്യമാണ്. എന്നാൽ തോട്ടക്കാരന്റെ കണ്ണിൽ പെടാതെയാണ് പലപ്പോഴും ചെറിയ കുറുക്കന്മാർ അകത്ത് പ്രവേശിക്കുന്നത്. അത് വളരെ ദോഷം ചെയ്യുന്നതാണ്. മുന്തിരിവള്ളി മുഴുവനായി നശിപ്പിച്ചിരിക്കും. തിരുവെഴുത്തുകളിൽ പല വാക്യങ്ങളിലും കുറുക്കന്മാരെ കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. വഞ്ചനയെയും നാശത്തെയും കൗശലത്തെയും നിസ്സാരതയെയും പ്രതികാരത്തെയും ഒക്കെയാണ് കുറുക്കൻ എന്ന പദം കൊണ്ട് വേദപുസ്തകത്തിൽ പ്രതീകമായി ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ കുറുക്കന്മാരെ പലപ്പോഴും നാം കാര്യമാക്കുകയില്ല. അവയെ നശിപ്പിക്കുവാൻ നാം മെനക്കെട്ടൊന്നും ഇരിക്കുകയില്ല. എന്നാൽ ലഭിക്കേണ്ട ഫലം മുഴുവൻ നശിപ്പിക്കുന്നത് ഈ ചെറു കുറുക്കന്മാരാണ്. എന്താണിത് പ്രതീകമായിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകളും പാപങ്ങളും നാം കാര്യമാക്കാതെ അതിനെ ന്യായീകരിക്കുകയും ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മെനക്കെടാതെ അവഗണിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് എബ്രായർ 12:15 പറഞ്ഞിരിക്കുന്നത്, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവകൃപ വിട്ടുള്ള പിന്മാറ്റം, കയ്പുള്ള വേര്, കലക്കം, ദുർനടപ്പ്, ഇതൊക്കെ ചെറിയ കുറുക്കന്മാരെ പോലെ ഫലം നശിപ്പിച്ചു കളയും. എന്നാൽ സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നാം നിൽക്കുകയാണെങ്കിൽ നാം ധാരാളം ഫലം കൊടുക്കുന്നവരായി തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കുറുക്കന്മാരുടെ സ്വഭാവമുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുവാനാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തിയത്. ആ മുന്തിരിവള്ളിയായ യേശു കർത്താവിനോട് നാം ചേർന്നിരിക്കുമ്പോൾ എല്ലാ കുറുക്കന്മാരും നമ്മെ വിട്ട് ഓടിപ്പോകും. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, പല കുറുക്കന്മാരുടെ സ്വഭാവവും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടാറുണ്ട്. അത് ഞങ്ങളിൽ നിന്ന് നീക്കി സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശു കർത്താവിനോട് ചേർന്ന് ഫലം കായ്പാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ലോകത്തിൻ ഇമ്പത്തെ തേടുവോ, ശോകത്താൽ വീണിടുമോ? ലോകത്തിൻ ഇമ്പത്തെ തേടുവോ, ശോകത്താൽ വീണിടുമോ?
അത്യാനന്ദ